ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. കുറച്ച് പ്രോൺസ് ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ അതിനെ അങ്ങ് റോസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള കൊച്ചുള്ളിയാണ് ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എടുക്കുന്നത് രഞ്ജിത്തേണ്ണാണ്. ഹായ്, ഹലോ. അപ്പം രാത്രിയായപ്പം ഞങ്ങളൊരു പ്രോൺസ് റോസ്റ്റ് ചെയ്യാൻ പോകും. അതിനുള്ള കൊച്ചുള്ളിയാണ് അരിയുന്നത്. സവോളയല്ല ചേർക്കുന്നത്, കൊച്ചുള്ളിയാണ്. അത് അരിഞ്ഞുകൊണ്ടിരിക്കുക. പ്രോൺസ് ഞാൻ നേരത്തെ ക്ലീനാക്കി വെച്ചു. കണ്ണൂന് ഒത്തിരി ഇഷ്ടമുള്ള സാധനമായി പ്രോൺസ്. അവനും കഴിച്ചോളൂ. കൊച്ചുള്ളി ഞാൻ കുനുകുനാന്ന് അരിഞ്ഞ് മാറ്റി വെക്കുവാണ്. ഒരാൾ അവിടെ സൂപ്പർമാൻ കളിച്ച് നടപ്പുണ്ട്. കണ്ണു വീട്ടിലുള്ളപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫാൻസി ഡ്രസ്സിലാണ് നടക്കുന്നത്. അപ്പം കൊച്ചുള്ളി എല്ലാം അരിഞ്ഞ് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പ്രോൺസ് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം പ്രോൺസിന് നമുക്ക് മസാല തേച്ച് വെച്ചിട്ട് പ്രോൺസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാൻ എടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വിനേഗറോ നാരങ്ങാനീരോ ഒക്കെ ഉണ്ടെങ്കിലും നല്ലതാണ്. മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞൊരു പാത്രം എടുത്ത് അതിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊഞ്ചെല്ലാം നമുക്ക് റോസ്റ്റ് ചെയ്ത് വെക്കാം. ഫ്രൈ ചെയ്ത് എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് സൂപ്പർമാൻ വന്ന് പോകുന്നുണ്ട് കേട്ടോ. സൂപ്പർമാൻ ഹായ്, ഒരു ഹായ് കൊടുത്തേണ്ട. അപ്പം മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് സൂപ്പർമാൻ നമുക്ക് ഇത് ചൂടാക്കി എടുക്കാം. രഞ്ജിത്തേന്റെ ഗ്ലൗസ്, രഞ്ജിത്തേന്റെ പഴയ കീറിയ സോസ് ഇതൊക്കെ ഇല്ല, ഇച്ചിരി കഴിക്കത്തുള്ളൂ. അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. കണ്ണനെ നോക്കിക്കേ, കണ്ണനെ ഇപ്പം കാണാലോ. ഇട്ടിട്ട് നോക്കിക്കേ, കണ്ടോ? ഒരു ഹായ് ഒക്കെ കാണിച്ചേ. ഏകദേശം ഒരു സൈഡായിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കും. ഇത് നടത്താൻ മതി കേട്ടോ. മറ്റേ ഇത് കടി വെക്കാം. ഇതെല്ലാം റോസ്റ്റ് ചെയ്യാനാണ്. പിന്നെ എന്താണ് വെള്ളം വേണം. ഒന്നിന് മുട്ട. ആണോ? മുട്ട അച്ഛാ, പൊന്നിന് മുട്ട. അമ്മ പൊന്നിന് മുട്ട. പൊന്നിന് മുട്ട. പൊന്നിന് മുട്ട. പൊന്നിന് മുട്ട. പൊന്നിന് മുട്ട. അടുത്ത ആഴ്ച രാവിലെ ബസ്സിൽ പോകണം കേട്ടോ. തിങ്കളാഴ്ച തൊട്ടേ രാവിലെ ബസ് ഇവിടെ വരും. ബസ്സിൽ പോയിട്ട് വൈകിട്ട് ബസ് എത്തിച്ച് വേണം കേട്ടോ. ഇല്ല, രാവിലെ അച്ഛക്ക് സൈറ്റിൽ പോകണമെങ്കിൽ എവിടെ പോകാം. അച്ഛക്ക് സൈറ്റിൽ പോകണം, ജോലി ചെയ്യണം. ഇല്ല, നിർത്തി. അടുത്ത ആഴ്ച കൊണ്ട് പോകണം. വണ്ടി വരുമ്പോൾ കൊണ്ടുപോകും, അല്ലാത്തപ്പം കൊണ്ടുപോകാം. നടക്കത്തില്ല. അപ്പോൾ അത് അത്രയും ഫ്രൈ ആയിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ട് അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലോട്ട്. അത് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തക്കാളി അരിഞ്ഞെടുക്കാമേ. പ്രോൺസ് എല്ലാം ഫ്രൈ ആയി വന്നതിന് ശേഷം ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കൊച്ചുള്ളിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം.
കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞത് ചേർക്കാൻ മറന്നുപോയി, പിന്നെ രഞ്ജിത്തേട്ടൻ പറഞ്ഞപ്പോഴാണ് എന്നെ ഓർത്തത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പകുതി മതി, ഒരു തക്കാളിക്കയുടെ പകുതി. തക്കാളിക്ക വേകുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം. അതെല്ലാം മിക്സായി വെന്തതിന് ശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. എനിക്ക് ഓർമ്മയുണ്ട്, എന്തുവാ നമ്മളിപ്പോ ചൂണ്ടിക്കാണ് അന്നത്തെ മീനെ പിടിച്ചോണ്ട് പോയത്. ആണോ? അന്നത്തെ മീനെ കിട്ടിയ ഗ്രേവി എല്ലാം വഴറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അച്ചാക്ക് ഓർമ്മയുണ്ടോ? വേണോ? അച്ചാക്ക് ഓർമ്മയുണ്ടോ? അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? അമ്മയ്ക്ക് ഓർമ്മയുണ്ടോന്ന്? ഉണ്ട് വന്നേ. പഠിക്കാം, അമ്മ ചെയ്തിട്ട് വരാം. അമ്മക്ക് പഠിക്കണം. എനിക്ക് ഹോംവർക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൻ ഇപ്പം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗ്രേവി എല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പ്രോൺസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഗ്രേവി എല്ലാം ആ കൊഞ്ചിൽ പിടിക്കുന്നിടം വരെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാമേ. കണ്ണൂന് തക്കാളിക്കയുടെ തൊലി കളഞ്ഞു കൊടുക്കാനുള്ള വേളത്തിലാണ്. ഓ ആ തൊലി കളഞ്ഞു തരാം. ഒന്ന് തുറന്നു നോക്കാമേ. ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഇളക്കി നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ക്യാമറമാൻ ഇടയ്ക്കൊന്ന് പോയിട്ട് വന്നതാണ്. അങ്ങനെ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാമേ.